വാഴ 2 മുജീബ് സാറിന്റെ ക്യാരക്ടറും ഈ അടുത്ത് നടന്ന നിതിൻ രാജന്റെ മരണത്തെ തുടർന്നുണ്ടായ വിദ്യാർത്ഥികൾ അധ്യാപകരെക്കുറിച്ച് നടത്തിയ വെളിപ്പെടുത്തലുകളൊക്കെ ഒരിക്കൽ കൂടി കാലങ്ങളായ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിലനിൽക്കുന്ന സ്റ്റുഡൻറ് ടീച്ചർ പവർ ഇംബാലൻസിനെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ ഹൈലൈറ്റ് ചെയ്യുകയായിരുന്നു. 2009 സ്കൂളുകളിൽ മൊബൈൽ ഫോണിന്റെ യൂസേജ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി CBSE ഒരു സർക്കുലർ ഇറക്കിയിരുന്നു. ആ സർക്കുലറിൽ ടീച്ചേഴ്സ് ക്ലാസ് റൂമുകളിലോ സ്കൂളിലെ കോമൺ പ്രൊമൈസുകളിലോ മൊബൈൽ ഫോൺ യൂസ് ചെയ്യരുതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. ഈ സർക്കുലർ ഇറങ്ങിയതിനു ശേഷവും ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന ഒരു ടീച്ചർ ക്ലാസ് റൂമിൽ മൊബൈൽ ഫോൺ കൊണ്ടുവരികയും ചിലപ്പോഴൊക്കെ ക്ലാസ്സിന് തൊട്ട് വെളിയിലോ അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ വെച്ചോ അവർ കോളുകൾ അറ്റൻഡ് ചെയ്യുമായിരുന്നു. ഒരു ദിവസം ഈ സർക്കുലറിനെ കുറിച്ച് അറിയാവുന്ന ഒരു ക്ലാസ്മേറ്റ് ടീച്ചറോട് അതിനെപ്പറ്റി ചോദിക്കുകയുണ്ടായി. പൊതുവേ ഒരു സ്റ്റുഡൻറ് ഫ്രണ്ട്ലി അപ്രോച്ച് ഉണ്ടായിരുന്ന സ്കൂളിൽ പോലും നീ ടീച്ചറെ ചോദ്യം ചെയ്യാനായോ എന്ന ചോദ്യം അവന് നേരെ ഉയർന്നു. ഏത് റൂൾ ഓഫ് ലോയും ഈക്വാലിറ്റി ബിഫോർ ലോയും ഒക്കെ അവനെ പഠിപ്പിച്ച അതേ സ്കൂളിൽ തന്നെ ഫാദർ ഓഫ് ക്രിട്ടിക്കൽ തിയറി ഓഫ് എഡ്യൂക്കേഷൻ എന്നറിയപ്പെടുന്ന ബ്രസീലിയൻ ഫിലോസഫറായ പോലോ ഫ്രിയറെ തന്റെ പെഡഗോജി ഓഫ് ഒപ്രസ്റ്റ് എന്ന പുസ്തകത്തിൽ പറയുന്നത് ട്രഡീഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ഫോളോ ചെയ്യുന്നത് ഒരു ബാങ്കിങ് മോഡൽ അപ്രോച്ച് ആണെന്നാണ്. അതായത് എല്ലാം അറിയുന്ന എല്ലാ അധികാരങ്ങളുമുള്ള ടീച്ചേഴ്സ് ഒന്നും അറിയാത്ത ഒരു അധികാരവുമില്ലാത്ത സ്റ്റുഡൻസിലേക്ക് നോളജ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയ. ഇവിടെ കാര്യമായി നടക്കുന്നത് മോണലോഗുകളാണ്. ബാങ്കിങ് മോഡലിന് ഓൾട്ടർനേറ്റീവായി ഫ്രിയറെ പ്രപ്പോസ് ചെയ്യുന്നത് ഒരു പ്രോബ്ലം പോസിംഗ് മോഡൽ ഓഫ് എഡ്യൂക്കേഷൻ ആണ്. അതായത് ടീച്ചേഴ്സും സ്റ്റുഡൻസും തമ്മിൽ ഡയലോഗുകളിൽ ഏർപ്പെടുകയും ചോദ്യങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുകയും അവർ കോലേൺ ചെയ്യുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം. അതുവഴി അവർക്ക് കേവലം നോളജ് ട്രാൻസ്ഫർ മാത്രമല്ലാതെ കാര്യങ്ങളെക്കുറിച്ച് ക്രിട്ടിക്കലായി തിങ്ക് ചെയ്യാനും അതിനെക്കുറിച്ച് റിഫ്ലക്റ്റ് ചെയ്യാനും ഒക്കെ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു സിസ്റ്റം.